ഇന്ത്യയിൽ UPSC നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഒന്നാണ് സിവിൽ സർവീസ് പരീക്ഷ. ഈ പരീക്ഷയുടെ പ്രിലിമിനറി ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന തരത്തിലുള്ള ഒരു വ്യാജ വാർത്ത കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. NSU കോൺഗ്രസിന്റെ വിദ്യാഭ്യാസ അല്ലെങ്കിൽ വിദ്യാർത്ഥി വിഭാഗമാണ് ഇത് ഉന്നയിച്ചത്. പക്ഷേ ഇതൊക്കെ വെറും തെറ്റാണ്, വെറുതെ പടച്ചുവിടുന്നതാണ്. കേന്ദ്ര സർക്കാരിനും UPSCക്കും എതിരെ ഉള്ള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തുന്ന വ്യാജ പ്രചരണങ്ങളാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായ പ്ലാനോടുകൂടി തന്നെ രഹസ്യ സ്വഭാവത്തിൽ പ്രത്യേകമായ ഗവേഷണങ്ങൾ, ഇതൊക്കെ തയ്യാറാക്കുന്നത് ആരാണ് എന്ന് പോലും അറിയില്ല. അധ്യാപകർക്ക് പരസ്പരം പോലും അറിയില്ല. ആ രീതിയിൽ അത്രയും കോൺഫിഡൻഷ്യലായിട്ട് വിശ്വാസ്യതയോടെ തയ്യാറാക്കുന്ന ഈ പ്രിലിമിനറി പരീക്ഷയുടെ മെയിനായാലും പ്രിലിമിനറി പരീക്ഷയായാലും രണ്ടും ആ രീതിയിൽ തയ്യാറാക്കുന്ന ഈ ഒരു പരിപാടി ഇത് ചോർന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ഇത് കൊടുത്തു എന്ന തരത്തിലുള്ള ചില വ്യാജ പ്രചരണങ്ങളുടെ അതിൻ്റെ ഫാക്ട് ചെക്ക് വിവരങ്ങളാണ് ഇപ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തുവിടുന്നത്. അനന്തം കോച്ചിങ് സെന്റർ സ്റ്റഡി മെറ്റീരിയലിൽ മാറ്റങ്ങൾ വരുത്തുകയും തീയതികൾ തിരുത്തുകയും ചെയ്തതാണ് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയത് എന്നാണ് ഇപ്പോൾ PIB പറയുന്നത്. ഡൽഹിയിലുള്ള ഒരു കോച്ചിങ് സെന്ററാണ് അനന്തം. ഇക്കാര്യം അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് എന്നും PIB അറിയിച്ചു. വ്യാജ വാർത്തകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും നിർദ്ദേശിച്ചു. അവർ പത്രക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട്. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ 13,343 പേർ മെയിൻസിന് യോഗ്യത നേടി. അതിന്റെ ഫലം അത്തരത്തിലാണ് വന്നത്. അപ്പം ഇതിനകത്ത് ഈ അനന്തം കോച്ചിങ് സെന്ററിലെ കുറെ ആളുകൾക്ക് കിട്ടി എന്നൊക്കെയുള്ള തെറ്റായ വാർത്തകൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ച് ആ ഒരു വിശ്വാസ്യത തകർക്കാനാണ് ഇവിടെ പലരും ശ്രമിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രചരണങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. അതൊക്കെ തെറ്റാണ്. കൃത്യമായ ഔദ്യോഗിക വെബ്സൈറ്റുകളെയും ഔദ്യോഗിക വിവരങ്ങളെയും മാത്രം ആശ്രയിച്ച് ഈ വിഷയങ്ങളിൽ പ്രതികരിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകണം എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ PIB നൽകുന്നത്.